മുഖമെന്നറിയപ്പെടുന്ന കബീർ കൊച്ചിയെ ആദരിച്ച് കൊച്ചി പൗരാവലി. തോപ്പുംപടിയിൽ നടന്ന അനുമോദന സമ്മേളനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. ദേശീയ യോഗാസന മത്സര വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. കൊച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ കൊച്ചിയുടെ സേവനമുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കബീർ കൊച്ചിയെ ആദരിച്ചു. തോപ്പുംപടി BM സെന്ററിൽ നടന്ന അനുമോദന സമ്മേളനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. പശ്ചിമ കൊച്ചിയിൽ പരിപാടിക്ക് വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. കാരണം അത് ഈ നാട് തരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ തന്നെ കുറച്ച് അകന്ന പ്രദേശമായ പെരുമ്പാവൂരിന്റെ അടുത്താണ് എന്റെ സ്വദേശം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില്, അതായത് സ്കൂളിലും കോളേജില് ആദ്യ കാലഘട്ടത്തിലേക്ക് പഠിക്കുമ്പോൾ പശ്ചിമ കൊച്ചി എന്നാണ് അറിയപ്പെടുന്നത്. മറ്റേത് എറണാകുളവും ഇത് കൊച്ചിയുമാണ്. കൊച്ചി എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ ഒരു പേടിയായി. അന്നത്തെ ധാരണ മുഴുവൻ കൊച്ചി എന്ന് പറഞ്ഞാൽ വലിയ ഗുണ്ടാസംഘങ്ങൾ വാഴുന്ന, വലിയ കൊലയും ഒക്കെ നടക്കുന്ന ഒരു ഭീകര പ്രദേശമാണ് എന്നുള്ളതായിരുന്നു. നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് എന്നും സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും സേവനം ഒരു മഹനീയ കർമ്മമാണെന്നും ജസ്റ്റിസ് പറഞ്ഞു. ഹൈബീഡൻ MP മുഖ്യാതിഥിയായിരുന്നു. ഏറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് കൊച്ചി. ബഹുമാന്യനായ ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യപൂർവമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന, അത്യപൂർവമായ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം കാണാൻ സാധിക്കുന്ന, അത്യപൂർവമായ ഒരുപാട് ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് കൊച്ചി. പലപ്പോഴും ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭാ അംഗമെന്നുള്ള രീതിയിൽ പേരിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് എറണാകുളം എന്ന് അടയാളപ്പെടുത്തപ്പെടും. കൗൺസിലർമാരായ ബാസ്റ്റിൻ ബാബു, ഷീബ ഡൂറോം, ഷൈല തദേവൂസ്, ഇന്ത്യൻ യോഗ ഫെഡറേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് യോഗരത്ന KP ഭാസ്കരമേനോൻ, KE മുയീസ്, ജനറൽ കൺവീനർ രാജീവ് പള്ളുരുത്തി, ട്രഷറർ സലിം ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. കബീർ കൊച്ചിയും ഇതേ യുദ്ധമേഖലകളിൽ സംസ്ഥാനത്തിന്റെ പുറത്തും എവിടെയുണ്ടായാലും ഓടിയെത്തുകയും തൻ്റെ സേവന പ്രവർത്തനം അത് എത്രമാത്രമാണ് എന്ന് നമ്മൾ കൊച്ചിക്കാർ കണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ തന്നെയാണ്, നന്മ ചെയ്യുന്നവരെ, നാടിനെ സ്നേഹിക്കുന്നവരെ, നാടിൻ്റെ ഉന്നമനത്തിന് പ്രവർത്തിക്കുന്നവരെ കൊച്ചി എന്നും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും പാരമ്പര്യമുള്ള ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ പ്രദേശം തന്നെ എന്ന് പറയാം. കാരണം നമ്മളെല്ലാം അങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹം കൊടുക്കുന്ന ആളുകളാണ്. വിവിധ സംഘടനകളുടെ ആദരവ് ഏറ്റുവാങ്ങിയ കബീർ കൊച്ചി മറുപടി പ്രസംഗം നടത്തി. ദേശീയ മാസ്റ്റേഴ്സ് യോഗാസന മത്സരത്തിൽ കേരളത്തിനു വേണ്ടി മെഡലുകൾ നേടിയ താരങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.